ഓസ്ട്രേലിയ, UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ സ്റ്റുഡൻസിന് ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാന്ന് കേട്ടിട്ടുണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച്. പക്ഷെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ സെയിം ഫീസാന്ന് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ്? കൊണ്ടമാനം യുദ്ധങ്ങളെ കണ്ട് ഇപ്പൊ അവര് ബേസിക്കലി ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. സോ ദാറ്റ് എവരിബഡി ഈസ് ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റിൽ ആണ് യൂറോപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊരു കോളേജിൽ ഫീസ് സ്ട്രക്ചർ മേടിക്കുമ്പോൾ ക്ലാസ്സിൽ ഒരു സാധാരണ 20-25 സ്റ്റുഡൻസ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കുക. ആ 22-25 പേരുടെ കയ്യിൽ നിന്നും ഒരേ ഫീസ് മേടിക്കണ്ടേ? ഇപ്പം നമ്മൾ ഈ കാണുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് തരത്തിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ആണ്. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, ഇന്ത്യൻസ് ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ഒരു ഡബിൾ എമൗണ്ട് മേടിക്കുകയും അവിടെ ലോക്കലായിട്ട് പഠിക്കുന്ന കുട്ടികൾ, അതായത് അവിടുത്തെ നാഷണൽ സൈറ്റിലെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പകുതി ഫീസേ മേടിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ US കേസ് പറയുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 20 lakhs ഒക്കെ ആയിരിക്കും ഒരു പെർ ഇയറിന്റെ ട്യൂഷൻ ഫീസിന്റെ ആയിരിക്കും. അപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, ഇന്ത്യൻ സ്റ്റുഡൻസ് നമ്മൾ 20 ലക്ഷം രൂപ അടയ്ക്കണം. അതേസമയത്ത് അതേ ക്ലാസ് റൂമിലുള്ള ഒരു അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ അവരുടെ ഫീസ് വരുന്നത് 10 ലക്ഷത്തിൽ താഴെയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പഠിക്കുന്ന ഒരേ സിലബസ്, നമ്മൾ ഡബിൾ പൈസ കൊടുക്കുന്നു. അപ്പൊ ഒരുപക്ഷെ നമ്മളുടെ ഒരു അഡീഷണൽ പൈസ കൊണ്ടായിരിക്കണം ഈ പറഞ്ഞ ലോക്കൽ സ്റ്റുഡൻസിന്റെ ഈ എഡ്യൂക്കേഷൻ സബ്സിഡൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതിലൊരു നീതികേടില്ലേ? കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളും നമ്മളുടെ ഒപ്പം ആളും ഒരേ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. അപ്പൊ അത് യൂറോപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി UK, US കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ സീയിങ് ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആസ് ക്യാഷ് കൗസ്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വേണം ബേസിക്കലി ഈ കോളേജിന്റെ എക്സ്പെൻസസ് നടത്താനും പ്ലസ് അവരുടെ ലോക്കൽ ആയിട്ടുള്ള സിറ്റിസൺസിന് അവരുടെ എഡ്യൂക്കേഷൻ സബ്സിഡി കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷനെ നമ്മള് ചൂഷണം ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആണ്. അങ്ങനത്തെ എഡ്യൂക്കേഷൻ കൊണ്ട് നല്ലതായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഫ്രീ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ആ റേഞ്ചിലുള്ള എഡ്യൂക്കേഷനോ എടുത്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഒരു ലൈക്ക് വി ഫീൽ ജസ്റ്റിഫൈഡ് എന്ന് പറയുന്നത്. അത് യൂറോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഒരു പക്ഷേ ഇറ്റലി ആണെങ്കിലും അല്ലെങ്കിൽ സ്വീഡൻ, ഫിൻലാൻഡ്, സ്ലോവേനിയ, പോളണ്ട്, ഈ രാജ്യങ്ങളൊക്കെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ലൈക്ക് ദിസ് ഷുഡ് ബി ദ വേ ഹെഡ്. എനിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളി ലൈക്ക് ഈ എക്സ്പെൻസീവ് ആയിട്ട് രാജ്യങ്ങളും ഇതേ പാറ്റേണിലേക്ക് സൂണർ ഓർ ലേറ്റർ ദേ വിൽ കം. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അതർ സ്റ്റേറ്റ്സിലൊക്കെ അവിടെ മാനേജ്മെന്റ് ഫീസ്, ഡൊണേഷൻ, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ പല ഫീസിൽ തന്നെയാണ് ഇവിടെയും കുട്ടികൾ പഠിക്കുന്നത്. അങ്ങനത്തെ ഒരു വേർതിരിവ് അവിടെ ഇല്ല. ഇല്ല. അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ പ്യൂർലി ബേസ്ഡ് ഓൺ മെറിറ്റിലെ ബേസിൽ തന്നെയാണ്. മെറിറ്റിന്റെ ബേസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നു. എല്ലാവർക്കും, ആർക്കാണെങ്കിലും സീറ്റ് എല്ലാവർക്കും ഒരേ ഫീസ് സ്ട്രക്ചർ തന്നെയാണ്.